പാർലമെന്റിൽ ഇന്ന് ഒരു വളരെ സുപ്രധാനപ്പെട്ട ബില്ല് അവതരിപ്പിക്കുകയാണ്. അതായത് ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്ന വേളയിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ആക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനവും നീക്കവും. നിയമ ഭേദഗതിയിലെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് കുറ്റപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെയും ന്യൂനപക്ഷ സംഘടനകളുടെയും ശക്തമായ പ്രതിഷേധത്തിനിടയിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ബില്ല് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വിശദമായ പരിശോധനയ്ക്ക് വിടണമെന്ന് ഇതിനോടകം നിരവധി പ്രതിപക്ഷാംഗങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് ശേഷം ബില്ല് വോട്ടിനിട്ട് പാസ്സാക്കുമോ അതോ പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുമോ എന്നത് നിർണായകമാകും. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതും സംഘടനകളെ തകർക്കുന്നതുമാണ് നിയമ ഭേദഗതി എന്നാരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. പ്രത്യേകിച്ച് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും FCRA ഭേദഗതി ചർച്ചയായതോടെ പാർലമെന്റിനകത്തും കടുത്ത വാദപ്രതിവാദത്തിന് സാധ്യതയുണ്ട്. നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുയർന്ന ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നാണ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. അതേസമയം വിദേശ പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുക മാത്രമാണ് നിയമ ഭേദഗതിയുടെ ലക്ഷ്യമെന്നും കോൺഗ്രസും CPM-ഉം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.